ഇല്ല. ഇല്ല. സത്യത്തിൽ ഒരുപാട് മനോവിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കോട്ടയത്ത് പള്ളം എന്ന പ്രദേശമാണ്, പാടത്തോട് ചേർന്ന് വരുന്ന പ്രദേശം. അവിടെ കുറേയധികം നായ്ക്കുഞ്ഞുങ്ങളിങ്ങനെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവർ വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാക്കാതെ ജീവിച്ചു പോകുന്ന ജീവികളാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഏതോ നല്ല മനുഷ്യർ എന്ന് നമുക്ക് പറയാം അല്ലേ, അവരെ അങ്ങനെ അങ്ങ് വിളിച്ചേക്കാം, ഈ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തു. ഒന്നും രണ്ടും അല്ല, ഇവിടെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന, എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന പരിമിതി, രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ തോന്നുന്ന 3 പേരെ മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ദാരുണമായ ഇതാണ്ട് ഈ പാടത്തിന് കളിച്ച് നടന്ന കുഞ്ഞുങ്ങൾക്കാണ് വിഷം കൊടുത്തത്. ഈ പോകുന്ന ബിന്ദു എന്ന ആൾ, പിന്നെ അതുപോലെ 1-2 കുടുംബങ്ങളെല്ലാം ഇവരെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, ഫുഡ് കൊടുക്കും, അവരവിടെ വീടിൻ്റെ അവിടെ വന്ന് കിടക്കാൻ കുഴപ്പമില്ലാതെ അവരെ നോക്കും. ഈ കുഞ്ഞിനെ നമുക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ 3 പേരെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള, പിടിക്കാൻ കിട്ടിയ 3 പേരെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് കോട്ടയം DBCയിൽ കൊണ്ടുവന്നു. വേറെ ഏതെങ്കിലും കുറച്ചുകൂടി ഫെസിലിറ്റി ഉള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അന്നേരത്തെ സാഹചര്യത്തിൽ അത് മാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് കോട്ടയം DBC വന്നു. സർക്കാർ മൃഗാശുപത്രികളുടെ കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടത്, ഇത്ര ദാരുണമായ അവസ്ഥയുള്ളൊരു സ്ഥലം വേറെ ഉണ്ടാകത്തില്ല. മൃഗങ്ങളായതുകൊണ്ട് പരാതി പറയത്തില്ല. ഒരുപാട് പരാതി പറയാൻ ശേഷിയുള്ളവരാരും ഈ ഗവൺമെൻറ് മൃഗാശുപത്രികളെ സമീപിക്കാറില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ ചെല്ലുന്ന രോഗികളായിട്ടുള്ള മൃഗങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണെന്നേ പറയാനുള്ളൂ. അപൂർവം ചില ഡോക്ടർമാർ നന്നായിട്ട് നോക്കുന്നവരുണ്ട്. അവർക്ക് അതിനെ നോക്കാൻ തയ്യാറാണ്. പക്ഷേ മെഡിസിൻ എല്ലാം നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കണം. അതുകൊണ്ട് റെസ്ക്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് ഞാൻ ഇതിലൂടെയൊക്കെ വളരെയധികം അനുഭവിച്ചു. ഡോക്ടർ വലിയ പ്രശ്നമൊന്നുമില്ലാതെ അതിനെ സംരക്ഷിക്കാനൊക്കെ നോക്കിയതാണ്. പക്ഷേ നമുക്കവരെ അവിടം കൊണ്ട് അവരെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിറ്റേന്ന് എടുത്തു കൊണ്ടുപോയി നമ്മുടെ പ്രിയപ്പെട്ട ബിജു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. സാറും ഒരു ഗവൺമെൻറ് വെറ്റിനറിയനായിരുന്നു. പക്ഷേ സാറ് പ്രത്യേകമായി നായ്ക്കളെയൊക്കെ സ്നേഹത്തോടെ, അവരുടെ കടിയൊന്നും പേടിയില്ല, അവരെ എന്താണ് അവരുടെ പ്രശ്നമെന്ന് അറിഞ്ഞ് അവരെ ചികിത്സിക്കുന്നയാളാണ് സാർ. അതുകൊണ്ടാണ് സാറിനെ നമ്മൾ പ്രത്യേകമായി സാറിൻ്റെ അടുത്തേക്ക് ഇവരെ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാകുന്നത്. ഈ സാറിൻ്റെ അടുത്ത് ഒരു ദിവസം കൊണ്ടുപോയിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. നടന്നു പോകുന്നതാണ്. ഞാൻ എടുത്തുകൊണ്ട് പോയ നായ്ക്കുഞ്ഞുങ്ങളാണ്. തിരിച്ചു വരുമ്പോഴത്തേനും അവർ കോവിഡൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നടന്നു പോകാവുന്ന ഒരവസ്ഥയിലേക്ക് അവർക്ക് മാറ്റം വന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം ബിജു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മെഡിസിൻ എല്ലാം മേടിച്ച് ബിന്ദുവിനെ ഏൽപ്പിച്ചു. വലിയ കുഴപ്പമില്ല എന്നറിഞ്ഞു. ഇനിയും 2 ദിവസമാണ്, ഇനിയിപ്പോൾ 3-4 ദിവസം പോകേണ്ടത്. അങ്ങനെ 3-4 ദിവസം ഇതിൻ്റെ പിന്നാലെ എല്ലാം തിരക്കുകളും മാറ്റി വെച്ച് ജോലിക്കും വഴക്കൊക്കെ കേട്ട് പല പ്രയാസങ്ങളൊക്കെ ഇത് കണ്ടിട്ട് എങ്ങനെയാണ് നമുക്ക് ഇട്ടിട്ട് പോകുന്നത്? ആരെങ്കിലും ഉണ്ടോ ഈ ഇതുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ? ഇതുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നവർ ഒക്കെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ ഈ മേഖലയിലുള്ളവരോടൊക്കെ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് സമയം നമുക്ക് വേണം. അതുപോലെ എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ അന്ന് പറ്റാതിരുന്ന ഒരു ഡോഗാണ്, അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഡോഗാണ് ഇവനും ഒന്നും കഴിക്കുന്നില്ല. അവനും വെള്ളം മാത്രം കുടിക്കുകയാണ്. അങ്ങനെ അവരെ ആ കൂടിനകത്ത് ഓരോ ദിവസം കൊണ്ടുപോകും, തിരിച്ച് ഇടും. അതിലൊരുത്തൻ നമ്മുടെ കറമ്പൻ ചാടിപ്പോയി. ഇവൻ ചാടിപ്പോയിട്ട് വേറൊരു വീട്ടിൽ ചെന്ന് കിടപ്പായിരുന്നു. അവനെയും കൂടെ എടുത്തുകൊണ്ട്, ഞാൻ വീട്ടിൽ ചെന്ന് അവനെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ നിരന്തരമായിട്ട് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ച് ദിവസം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അവർക്ക് കൊടുക്കാനുള്ള എരിവൊന്നുമില്ലാത്ത പ്രത്യേകതര ഫുഡ് കൊടുക്കാൻ ഉള്ള എന്നിട്ടൊക്കെ തന്നു. അങ്ങനെയെല്ലാം
അവരെ അവിടെ ബിന്ദുവിനെ പറഞ്ഞേൽപ്പിച്ചു. അങ്ങനെ ബിന്ദുവിനെ പറഞ്ഞേൽപ്പിച്ചു മെഡിസിനും എല്ലാം നമ്മൾ ഏൽപ്പിച്ചിട്ടാണ് പിന്നെ പോകുന്നത്. പക്ഷേ പിന്നീട് ഞാൻ ഇതിന് 3-4 ദിവസം ഒരാഴ്ചയ്ക്ക് ശേഷം ബിന്ദുവിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകണം, അവരുടെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയണം, അവിടെ പോയി അവരെ കാണണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ ബിന്ദുവിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ബിന്ദുവിനെ വിളിക്കുമ്പോൾ ബിന്ദു എന്നോട് പറഞ്ഞത്, അതിനകത്ത് ഏറ്റവും നമ്മൾ ഒരുപക്ഷെ രക്ഷപ്പെടത്തില്ല എന്ന് കരുതിയ ഒരാൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും തന്നെ നമ്മൾ കൊണ്ടുപോയവരും കൊണ്ടാത്തവരും എല്ലാം ഡെത്തായി എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അവസാനമായിട്ട് അവരെ അവിടെ ആക്കിയിട്ട് മടങ്ങിപ്പോരുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലാസ്റ്റ് ദിവസം ഞാൻ ആക്കിയിട്ട് ബൈ ഒക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളോട് രക്ഷപ്പെടുമെന്നായിരുന്നു ഞാനും വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഓർക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള സങ്കടം. ഈ കാണുന്ന ഇവള് മാത്രമേ ഉള്ളൂ. ഇവള് ആണ് ഏറ്റവും കൂടുതൽ ഏക്കം വലിച്ച് കിടന്നോളൂ. ഇവള് ഒരു തരത്തിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റുകയില്ല എന്ന് കരുതിയതാണ്. ഇവള് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കേട്ടോ, ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും നമുക്ക് സംശയമാണ്, ഇവളും എത്ര കാലം ജീവിച്ചിരിക്കും എന്നൊന്നും അറിയത്തില്ല. എന്തായാലും മനോഹരമായൊരു പ്രദേശം. പക്ഷേ ദുഷ്ടന്മാരായ ഒരുപാട് മനുഷ്യർ ഉള്ള സ്ഥലമാണ് നമ്മുടെ നാട്.